ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്കിന്നൊരു പൈനാപ്പിൾ നോക്കി ഒരു പൈനാപ്പിളേ ഉള്ളൂ. അത് പഴുത്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടേ നമുക്ക് പഴുത്തിങ്ങ് പറിച്ചെടുക്കാം. ഇതാണ് സംഗതി പൈനാപ്പിൾ ചെടി. നോക്കട്ടെ, ഈ എലി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്കിട്ട് മൂടി വെച്ചിരിക്കാൻ. പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ സംഗതി ഈ മുള്ളില്ലാത്ത ടൈപ്പാണ്. നമുക്ക് പറിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാട്ടോ പറിച്ചെടുത്തു. ഇതാണ് സാധനം. പഴുത്തിട്ടുണ്ട്, എന്നാലും ഒരു 2 ദിവസം കൂടി നല്ലപോലെ പഴുത്തിട്ട് വേണം പറിക്കാൻ. മറ്റേ ആ മുള്ളുള്ള പൈനാപ്പിളിൻ്റെ അത്ര മധുരം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ശരി, നമുക്ക് ഇപ്പോഴും മുറിക്കേണ്ട, 1-2 ദിവസം കഴിഞ്ഞോട്ടെ. അടിപൊളിയായിട്ടുണ്ട്, നല്ല സാധനമാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ കാണിക്കാം. വേണ്ട, ഒരു ഒരു 1.5 കിലോ വലിപ്പം കാണുമെന്ന് വിചാരിക്കുന്നു. 1.5-2 കാണും, 1.2 കാണുമായിരിക്കും. ഇനി പഴുക്കാൻ വെക്കാം. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മുറിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. കൂട്ടുകാരെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ പൊട്ടിച്ച് വെച്ച പൈനാപ്പിൾ ഞാൻ ചെത്താൻ പോവാം കേട്ടോ. ഈ മുള്ളില്ലാത്ത ഇനമാണ്, മധുരം കുറവായിരിക്കും. എന്തായാലും നമുക്ക് നോക്കിക്കളയാം. ചെത്തി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇനി കുറച്ച് മുളക് പൊടി ഇടാം. അതിന് മുകളിൽ ഇച്ചിരി ഉപ്പും കൂടി ഇല്ലേ. ഉപ്പും കുപ്പിയിലാണ് എത്ര എളുപ്പമാണ് ഇങ്ങനെ
ഞാൻ തിന്നു നോക്കാം. നിങ്ങളിങ്ങനെയാണ് കഴിക്കുന്നറിയത്തില്ല, ഞങ്ങളിങ്ങനെ തിന്നു നോക്കുകയാണ്. ഉപ്പ് ഒഴിച്ചു, മുളക് പൊടി ഇട്ടു, സംഗതി സൂപ്പറായിട്ടുണ്ട്. അത് അല്ലാതെ ആ ഫോർക്ക് ഇടുന്നുണ്ട്, ഫോർക്ക്. ഫോർക്കില്ലേ? കിട്ടിയില്ലേ? ഇനി ഒന്ന് ലേശം തിന്നു നോക്കട്ടെ. അടിപൊളി സാധനം, സൂപ്പറാണ്, അടിപൊളി അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഒരു മധുരം, എരിവ്, ഉപ്പ് എല്ലാം കൂടെ കൂടിയിട്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.